ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. +1-ലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ വേവ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപേ നമ്മൾ ചെയ്ത +1-ന്റെ ലാസ്റ്റ് വീഡിയോ ഓസിലേഷൻസിന്റെ പ്രോബ്ലം ഡിസ്കഷൻ ആയിരുന്നു. ഇത് വേവ്സ് എന്ന ചാപ്റ്ററിന്റെ പ്രോബ്ലം ഡിസ്കഷൻ ആണ്. വളരെ മുന്നേ നമ്മൾ വേവ്സിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ഡിസ്കഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. തിയറി കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണമെന്ന് ആദ്യമേ പറയുകയാണ്. കാരണം ഈ വീഡിയോയിൽ തിയറി ഒട്ടും പറയില്ല. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം ആ ചാപ്റ്ററിന്റെ തിയറി നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് കുട്ടികൾ വിളിച്ചിട്ട് വേവ്സിലെ പ്രോബ്ലംസും ബീറ്റ്, ഡോപ്ലേഴ്സ് എഫക്റ്റ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, a transverse harmonic wave on a string is described by y of xt equal to 3 sin 36t plus 0.018x plus pi by 4. Is this a traveling wave or a stationary wave? If it is traveling, what are the speed and direction of its propagation? What are its amplitude and frequency? What is the least distance between two successive crests in the wave? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നിട്ടുണ്ട്. വീണ്ടും ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു മോഡൽ പ്രോബ്ലം ഇതാണ്. അപ്പോൾ ഇത് ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒരു പ്രാക്ടീസ് ആവട്ടെ എന്ന തരത്തിലാണ്. ഞാൻ പെട്ടെന്ന് പറയാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനൊരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന പേര് വിളിക്കുന്നു. തിയറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഇങ്ങനെയാണ് എഴുതുക: y of xt is equal to a sin kx minus omega t plus 5. ഈ തരത്തിൽ കണ്ടോ, ഒരു സൈൻ ഫംഗ്ഷൻ ഉണ്ടാകും. ദെൻ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ kx, അതുപോലെയാണ് ഇവിടെ ഈ ടേം ഉള്ളത്. കണ്ടോ, കെ എക്സ് പോലെയാണ് എക്സ് ഉള്ള ഒരു ടേം കാണുന്നുണ്ടല്ലോ. ഒമേഗ ടി, ആ ടേം ആണ് ഈ കാണുന്നത്. ഒമേഗ ടി പ്ലസ് 5 അതാണ് ഈ കാണുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ട്രാവലിംഗ് വേവ് എന്നാണ് വിളിക്കാറ്. സ്റ്റേഷനറി വേവിന്റെ ഇക്വേഷന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരുന്നില്ല. സ്റ്റേഷനറി വേവിൽ സൈൻ കെ എക്സും കോസ് ഒമേഗ ടിയും എന്നാണ് ഉണ്ടാവുക. അതായത് സൈനും ഉണ്ടാകും കോസും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെയല്ല. അല്ലെങ്കിൽ ഈ കാണുന്നത് ട്രാവലിംഗ് വേവ് ആണ്, ഇത് സ്റ്റേഷനറി വേവ് അല്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അങ്ങനെയായി. പിന്നെ ചോദിച്ചത് സ്പീഡാണ്. സ്പീഡിന് നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടിരുന്നു. സ്പീഡ് എന്ന് പറയുന്നത് v എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ കെ എന്ന്. ഒമേഗ ബൈ കെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ എവിടെന്നാ കിട്ടുക? ടിയുടെ കൂടെയുള്ള ആളാണ് ഒമേഗ. ടിയുടെ കൂടെ, ഇവിടെ ടിയുടെ കൂടെ ആരാ? 36. അപ്പൊ ഒമേഗ 36 ബൈ കെ. എക്സിന്റെ കൂടെയുള്ള ആളാണ് കെ. ഇവിടെ എക്സിന്റെ കൂടെ ആരാ? 0.018. അപ്പോൾ 0.018 ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 0.018 നമുക്ക് വേണമെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 0.018 ആകുമ്പോൾ 10⁻³ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇത് വീണ്ടും സോൾവ് ചെയ്താലോ? 36 ബൈ 18 2 ആണ്. ഇതങ്ങ് മുകളിൽ പോയാൽ ഇൻറ്റു 10⁻³ ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. ഡയറക്ഷൻ പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ കെ എക്സിന് ശേഷം മൈനസ് ആണ് വന്നതെങ്കിൽ നമ്മൾ പറയും അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരുന്നു വേവിന്റെ ഡയറക്ഷൻ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് നോളജുകളാണ്. കെ എക്സിന് ശേഷം നെഗറ്റീവ് സിമ്പൽ ആണെങ്കിൽ അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനെയാണ് വേവിന്റെ ട്രാവലിംഗ് പാത്ത് കാണിക്കുക. അപ്പൊ ഇവിടെയോ, ഇവിടെ കെ എക്സ് പ്ലസ് ഉള്ളത്. പ്ലസ് വന്നാൽ നമ്മൾ പറയുന്നു വേവിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഡയറക്ഷൻ കിട്ടി. പിന്നെ ചോദിക്കുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്. വെരി സിമ്പിൾ. ആദ്യത്തെ ടേം ആണ് ആംപ്ലിറ്റ്യൂഡ്. ഇവിടെ അത് 3 ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് 3 മീറ്റർ. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒമേഗ നിന്നാണ് കണ്ടുപിടിക്കുക. ഇവിടെ ഒമേഗ 36 ആണ്. നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ 2π എന്നാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഒമേഗ ബൈ 2π. ഒമേഗ എത്രയാ? 36. അപ്പോൾ 36 ബൈ 2π അല്ലെങ്കിൽ 18 ബൈ π എന്ന് പറയാം. അത്രയും ഹെഡ്സ് ആയിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ചോദിച്ചത്
സക്സസീവ് ക്രസ്റ്റുകൾക്കിടയിലുള്ള ദൂരമാണ്. അതിനാണ് ഞാനിങ്ങനെ ചിത്രം ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ക്രസ്റ്റ്, ദെൻ ട്രഫ്, വീണ്ടും ക്രസ്റ്റ്. ആ ദൂരത്തെയാണ് നമ്മൾ വേവ് ലെങ്ത് ലാംഡ എന്ന് വിളിക്കുക. അപ്പൊ വേവ് ലെങ്ത് എത്ര എന്ന് നേരിട്ട് ചോദിക്കുന്നതിന് പകരം ചോദിച്ചിരിക്കുന്നു രണ്ട് ക്രസ്റ്റുകൾക്കിടയിൽ എത്ര ദൂരം ഉണ്ടാകും, അത് ലാംഡയാണ്. ലാംഡ നമ്മൾ കാണുന്ന ഇക്വേഷൻ ആയിരുന്നു ലാംഡ ഇസ് ഈക്വൽ ടു 2π/k, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/k. എന്താ വീണ്ടും k എന്ന് പറയുന്ന എക്സിന്റെ കൂടെ ആരാളുള്ളത്, k 0.018. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും മീറ്റർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അതായിരിക്കും ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞതാണ്. നിങ്ങൾ മറ്റേ വീഡിയോ കൂടെ കണ്ടാൽ ക്ലിയർ ആയിരിക്കും. എന്നാലും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the fundamental mode of vibration of a stretched string. Let the fundamental frequency is 45 Hz and the length of wire is 87.5 centimeter. If linear density of the wire is 4 into 10 raised to minus 2 kilogram per meter, find the tension in the string. Yes, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ സ്ട്രെച്ച് ചെയ്ത സ്ട്രിങ്ങുകളെ കുറിച്ചും അതിലുണ്ടാകുന്ന മോഡ്സ് ഓഫ് വൈബ്രേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അങ്ങനെ ഒരു സ്ട്രിങ് ഇനീഷ്യലി ഈ ഡോട്ട് ലൈനിൽ കാണുന്നത് രണ്ട് സപ്പോർട്ടുകൾക്കിടയിൽ നമ്മളൊരു സ്ട്രിങ് ഇങ്ങനെ ടൈറ്റ് ആക്കി കെട്ടിവെക്കും. ദെൻ അതിന്റെ മിഡിൽ ഭാഗം വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് മോഡ്. ഓക്കെ, ഇതിന് ഡിഫറെന്റ് മോഡുകളുണ്ട്, നമ്മൾ തിയറിയിൽ പറഞ്ഞതാണ്. അങ്ങനെ ഫസ്റ്റ് മോഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിന്റെ കുറെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. ലെങ്ത് തന്നിട്ടുണ്ട് 87.5 സെന്റിമീറ്റർ. അതിന്റെ ഫസ്റ്റ് മോഡിന്റെ ഫ്രീക്വൻസി, അതാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് അറിയപ്പെടുന്നത്, ആ വാല്യൂ 45 ഹെർട്സ് ആണ്. മറ്റൊരു ഡാറ്റ തന്നിരിക്കുന്നു ലിനിയർ മാസ് ഡെൻസിറ്റി, മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നും പറയും. ആ വയറിന്റെ 1 മീറ്ററിന്റെ മാസ്, അതാണ് 4 into 10 raised to minus 2 kilogram per meter എന്ന് പറയുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിലെ ടെൻഷൻ കണ്ടുപിടിക്കാനാണ്. See, നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ F1ന്റെ ഇക്വേഷൻ ആയിരുന്നു, F1 എന്നോ ന്യൂ1 എന്നൊക്കെ പറയാറുണ്ട്, ദാറ്റ് ഈസ് V/2L. ആ ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിക്കണം, ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇക്വേഷൻ. അതോടൊപ്പം ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഈ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഒക്കെ വരുന്നതിനേക്കാളും മുന്നേ വേവുകളുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പറയുന്ന സ്ഥലത്ത് നമ്മൾ പഠിച്ചിരുന്നു വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രിങ്, ആ ഇക്വേഷൻ. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. ആ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, V is equal to root T by mu എന്നായിരുന്നു ഇക്വേഷൻ, വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ നമുക്ക് ഇവിടെ വിക്ക് പകരം അത് കൊടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ, അപ്പോൾ ഇവിടെ 1/2L ഞാൻ ആദ്യം മാറ്റി എഴുതുന്നു, 1/2L ഇൻറ്റു വി എന്നാണ്. ആ വിയുടെ സ്ഥാനത്ത് റൂട്ട് ഓഫ് T by mu. ഇതാണ് ഫ്രീക്വൻസി ഓർ F1. ഇതിൽ ഇനി വാല്യൂസ് ഒക്കെ അങ്ങ് കൊടുത്താൽ മതി. ഈ F1ന്റെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം 45. That is equal to 1/2 into ലെങ്ത്തിന് പകരം കൊടുക്കാം 87.5 സെന്റിമീറ്റർ. അപ്പോൾ 87.5 into 10 raised to minus 2 meter into root of T, ആ ടെൻഷനാണ് നമുക്ക് കാണേണ്ടത്, ബൈ മ്യൂയുടെ സ്ഥാനത്ത് കൊടുക്കാം 4 into 10 raised to minus 2. ഓക്കെ, അപ്പം വാല്യൂസ് ഒക്കെ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷനും അതിന്റെ പ്രോബ്ലംസും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഇതിൽ നിന്ന് ടി കാണാൻ ഞാനൊരു എളുപ്പം പറയാം, ഇതിന് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, ഇവിടെ ഇത് 45 സ്ക്വയർ എന്നാകും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ മൊത്തം വാല്യൂ 1/2 into 87.5 into 10 raised to minus 2 അതിന്റെ സ്ക്വയർ വരും, ഇൻറ്റു ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോകും. സോ T/4 into 10 raised to minus 2. ഇത്രയും കിട്ടി. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഇനി ചെയ്ത് നോക്കുക. ടി ആണ് കാണേണ്ടത്. ഇത് സ്ക്വയർ ചെയ്തിട്ട് ഈ ഡിനോമിനേറ്ററിലുള്ളത് ഇത് ഇങ്ങോട്ടേക്ക് മാറ്റുക, ഈ ഡിനോമിനേറ്ററിലുള്ളതും ഇങ്ങോട്ടേക്ക് മാറ്റുക. ഇവിടെ ഓൾറെഡി 45 സ്ക്വയർ ഉണ്ട്. അപ്പോൾ 45 സ്ക്വയർ ഇൻറ്റു ഈ ടോട്ടൽ വാല്യൂ സ്ക്വയർ ഇൻറ്റു ഈ 4 into 10 raised to minus 2 ഒക്കെ ചെയ്താൽ ഇവിടെ ടി ബാക്കി ഉണ്ടാകും. അതാണ് ടെൻഷൻ. നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും, ടെൻഷൻ ഇസ് ഈക്വൽ ടു 248 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതാണ് ആ പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വുമൺ ഈസ് ട്രാവലിംഗ് ഇൻ എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 25 meter per second. She is moving away from a source producing a sound of 512 hertz. Calculate the frequency of sound heard by her. Speed of sound in air equal to 340 meter per second. ഡോപ്ലേഴ്സ് എഫക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വുമൺ ഒരു സോഴ്സിൽ നിന്ന് മൂവിങ് എവേ എന്നാ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ആ വുമൺ ആണ് ലിസണർ എന്ന് നമ്മൾ വിളിക്കുന്ന ആള്. ആ സോഴ്സ് മൂവ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് സോഴ്സ് ഈസ് അറ്റ് റെസ്റ്റ് എന്നാണ്. അപ്പം ലിസണർ ആയ വുമൺ മൂവ് ചെയ്യുന്നുണ്ട്, ഓൾസോ മൂവിങ് എവേ ആണ്, സോഴ്സ് അറ്റ് റെസ്റ്റ്. ആക്ച്വൽ ഫ്രീക്വൻസി തന്നിരിക്കുന്നു 512 ഹെഡ്സ്, വെലോസിറ്റി ഓഫ് സൗണ്ട് ഉണ്ട് 340. ആ ലിസണർ ആയ ലേഡി മൂവ് ചെയ്യുന്നത് 25 മീറ്റർ പെർ സെക്കൻഡിലാണ്. ജനറലി നമ്മുടെ അപ്പാരന്റ് ഫ്രീക്വൻസി കാണുന്ന ഫോർമുല ഇങ്ങനെയാണ്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ വി താഴെ മുകളിലും കാണുന്ന വി കാണിക്കുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്, ഇത് വെലോസിറ്റി ഓഫ് ലിസണർ, ഇത് വെലോസിറ്റി ഓഫ് സോഴ്സ്. ഇതിൽ ചില പോസിറ്റീവ് നെഗറ്റീവ് സിംബൽസ് നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. അത് കാണാനുള്ള ഒരു സൂത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എപ്പോഴെങ്കിലും മൂവിങ് എവേ എന്ന് പറഞ്ഞാൽ, അത് സോഴ്സ് ആവട്ടെ ലിസണർ ആവട്ടെ, മൂവിങ് എവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യുക. മൂവിങ് എവേ എന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി ആക്ച്വലി ഉള്ളതിനേക്കാളും കുറവായിരിക്കണം. കറക്റ്റ്. ആ ഒരു പോയിന്റ് ആദ്യം നമ്മൾ ആ ലോജിക് സെൻസ് ആദ്യം മനസ്സിലാക്കുക. ആ ലോജിക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സൂത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, മൂവിങ് എവേ ആണെങ്കിൽ ഫ്രീക്വൻസി കുറയണം. ഇനി നേരെ തിരിച്ച് മൂവിങ് ടുവാർഡ്സ് ആണെങ്കിൽ ഫ്രീക്വൻസി കൂടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക. ശരിയല്ലേ? അപ്പൊ ഇവിടെ മൂവിങ് എവേയാ, അപ്പൊ ഫ്രീക്വൻസി കുറയാണ് വേണ്ടത്. അതോടൊപ്പം വി എസ് എന്ന് പറയുന്ന സാധനം 0യാ. അപ്പൊ നമുക്ക് ഇവിടെ എന്തായാലും ഈ ടേം ഇല്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത്, ഈ ഫ്രീക്വൻസി വാല്യൂ കുറയണമെങ്കിൽ മാത്തമാറ്റിക്കലി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഒരു ഇക്വേഷനിൽ ന്യൂമറേറ്റർ ചെറുതാവുകയും അതോടൊപ്പം ഡിനോമിനേറ്റർ വലുതാവുകയും ചെയ്യുമ്പോഴാണ് ഒരു വാല്യൂ മാത്തമാറ്റിക്കലി കുറയുക. ശരിയല്ലേ? കുറയണം എന്നുണ്ടെങ്കിൽ ഇവിടെ കുറയണം, ന്യൂമറേറ്ററിൽ കുറയണം, അതല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ കൂടണം. ഇവിടെ ഡിനോമിനേറ്ററിൽ ഇനി കൂടാൻ പറ്റൂല, കാരണം ഈ സാധനം ഇവിടെ വി മാത്രമേ ഉള്ളൂ, വി എസ് 0 ആയി പോയിട്ടുണ്ട്. ഇനി ഇവിടെ കുറയണമെങ്കിൽ വി മൈനസ് ആണോ വി പ്ലസ് ആണോ വരണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. വി പ്ലസ് വന്നാൽ കൂടിപ്പോവല്ലേ ചെയ്യുക? അപ്പൊ കൂടി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടിപ്പോവില്ലേ? അപ്പൊ ഇവിടെ വി പ്ലസ് വരാൻ പറ്റൂല, വി മൈനസ് തന്നെ വെക്കണം. ക്ലിയർ? അങ്ങനെയാണ് നമ്മൾ ഈ സിമ്പിൾ എടുക്കുന്നത് എന്ന് തിങ്ക് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ മറ്റുള്ള പ്രോബ്ലം കൂടെ കൊടുത്തു നോക്കുക. സോ ഇത് നമ്മൾ നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു വിയുടെ സ്ഥാനത്ത് 340 മൈനസ് വി എല്ലിന്റെ സ്ഥാനത്ത് 25 ഡിവൈഡഡ് ബൈ അഗൈൻ 340 ഇൻറ്റു ഈ ഫ്രീക്വൻസി വാല്യൂ തന്നിരിക്കുന്നു 512. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 474 ഹെഡ്സ് എന്നായിരിക്കും. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കണം. ആ പ്രോബ്ലം ചെയ്യേണ്ടതിന്റെ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡോപ്ലേഴ്സ് എഫക്റ്റിൽ ചോദിക്കാവുന്ന ഒരു നോർമൽ ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While performing the resonance column apparatus experiment in a laboratory at a certain height, you can hear maximum sound. Question A. Name the physical concept behind it. B. Explain with the diagrams the normal modes of vibration in the case of air in an open tube. C. Open pipes are preferred to closed ones in musical instruments. Why? ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കലുമായി കൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റെസൊണൻസ് കോളം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു ലാബ് എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാനുണ്ട്. പലപ്പോഴും +1 ലാബ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല, പലപ്പോഴും സെക്കൻഡ് ഇയറിലാണ് +1 കൂടെ ലാബ് കൂട്ടി ചെയ്യാറുള്ളത്. അതുകൊണ്ട് ആ ഡിവൈസ് കാണാത്തവർക്ക് അത് ഒരു പരിധിക്കപ്പുറം മനസ്സിലാവില്ല. എനിവേ, നിങ്ങൾ ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കുക. റെസൊണൻസ് കോളം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് പൈപ്പാണ്. ഓക്കെ, ആ ക്ലോസ്ഡ് എൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗം വെള്ളം നിറച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ വലിയൊരു പൈപ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്യാണ് ചെയ്യാം. എന്നിട്ട് ആ പൈപ്പിന്റെ അറ്റത്ത് ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. അതിനുശേഷം പൈപ്പിന്റെ ഹൈറ്റ്, അതായത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന ആ പൈപ്പിനെ അങ്ങനെ പതുക്കെ ഉയർത്തുകയോ താഴ്ത്തുകയോ ഒക്കെ എങ്ങനെ ചെയ്യും. ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പൈപ്പിന്റെ ഉള്ളിൽ വെള്ളമില്ലാത്ത ഭാഗം, അതിനെയാണ് നമ്മൾ എയർ കോളം എന്ന് പറയാം. കൂടുതൽ താഴ്ത്തുകയും അല്ലെങ്കിൽ കൂടുതൽ ഉയർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ അളവ് വ്യത്യാസപ്പെടും. മനസ്സിലാവുന്നുണ്ടല്ലോ? വെള്ളത്തിന്റെ അളവ് വ്യത്യാസപ്പെടുക എന്ന് പറയുമ്പോൾ ആ ബാക്കിയുള്ള എയർ നിൽക്കുന്ന സ്ഥലത്തിന്റെ ലെങ്ത്തിൽ മാറ്റം വരും. ഓക്കെ, ഏതെങ്കിലും ഒരു സമയത്ത് ആ പൈപ്പിലെ ഫ്രീക്വൻസി F1, F2, F3 എന്ന് പറയുന്ന ഫ്രീക്വൻസി നമ്മൾ എക്സൈറ്റ് ചെയ്ത് വെച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ സെയിം ഫ്രീക്വൻസിയുമായിട്ട് ഒത്തുവരുമ്പോൾ ഈ പൈപ്പിൽ നിന്നും മാക്സിമം ഒരു സൗണ്ട് ഉണ്ടാകും.
ഇതിനെ ഈ ഫിനോമിനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. ഓക്കെ, അപ്പൊ പരമാവധി എക്സാമിന് അത്രയും ഒരു വാക്ക് വരെ സാധാരണ ചോദിക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾ ആ റെസൊണൻസ് എന്നുള്ള വാക്കൊന്ന് പഠിച്ചു വെക്കുക. ഇതാണ് ഐഡിയ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ ബീറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ലെങ്ത് മാറ്റുമ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ ഈ പൈപ്പിന്റെ ഫ്രീക്വൻസി ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയി വരും. അപ്പോൾ മാക്സിമം സൗണ്ട് ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. ഓക്കെ, ദെൻ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഒരു ഓപ്പൺ പൈപ്പിലെ ഡിഫറെന്റ് മോഡുകൾ വരയ്ക്കാനാണ്. നിങ്ങൾ ഈ പിക്ചേഴ്സ് ഒക്കെ കാണുക. ഈ മോഡുകൾ എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മോഡ്. കണ്ടോ, ഇങ്ങനെ ഒരു വേവ് ഇങ്ങനെ കടന്നു പോവാണ്. ഇതാണ് സെക്കൻഡ് മോഡ്, ആ വേവ് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. ഇതാണ് തേർഡ് മോഡ്, വീണ്ടും കൂടുതൽ വേവുകളുടെ എണ്ണം കാണുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ വേവുകളുടെ പാറ്റേണിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഡിഫറെന്റ് മോഡുകൾ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഫ്രീക്വൻസി ഇക്വേഷൻ പറയുമ്പം ഫസ്റ്റ് ഫ്രീക്വൻസി ആണ് V/2L, ഫസ്റ്റ് മോഡിന്റെ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് കോൾഡ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. സെക്കൻഡ് മോഡിന്റെ ഫ്രീക്വൻസി ഇത് V/2L ആണെങ്കിൽ ഇത് 2V/2L ആണ്. 2 കട്ട് ചെയ്ത് നമുക്ക് V/L എന്നും പറയാം. തേർഡ് മോഡിന് നമ്മൾ 3V/2L എന്ന് പറയും. അതായത് ഈ V/2L 2 ടൈംസ് 3 ടൈംസ് 4 ടൈംസ് എന്ന തരത്തിലാണ് ബാക്കിയുള്ള ഫ്രീക്വൻസികൾ വരിക. ഓക്കെ, അങ്ങനെയാണ് ഒരു ഓപ്പൺ പൈപ്പിന്റെ ഫ്രീക്വൻസികൾ നമ്മൾ കാണേണ്ടത്. മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളിൽ ഓപ്പൺ പൈപ്പാണ് ക്ലോസ്ഡ് പൈപ്പിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് എന്നാണ്. ഇതിന്റെ രണ്ടിന്റെയും ഫ്രീക്വൻസി റേഷ്യോ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഓപ്പൺ പൈപ്പിൽ ജനറലി ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഏത് മോഡായാലും നിങ്ങൾക്ക് എഴുതാം NV/2L. ഈ N എന്ന് പറയുന്നത് എനി മോഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ 5th മോഡാണെങ്കിൽ നിങ്ങളുടെ 5 എന്ന് കൊടുത്താൽ മതി. 7th മോഡാണെങ്കിൽ ഇവിടെ 7 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആ ഫ്രീക്വൻസിന്റെ റേഷ്യോ കണ്ടാലോ, ഇവിടെ 1 കൊടുക്കുന്നു, then 2 കൊടുക്കുന്നു, then 3 കൊടുക്കുന്നു. അപ്പോൾ റേഷ്യോ കണ്ടാൽ 1:2:3 എന്നല്ലേ കിട്ടുക. അതേസമയം ക്ലോസ്ഡ് പൈപ്പിന്റെ ഫ്രീക്വൻസി ഇക്വേഷൻ 2n-1 V/4L എന്നാണ്. ഇവിടെയും നമ്മൾ n ആണ് മോഡിനെ കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മോഡാണെങ്കിൽ ഇവിടെ നിങ്ങൾ 1 കൊടുക്കണം, സെക്കൻഡ് മോഡാണെങ്കിൽ ഇവിടെ 2 കൊടുക്കണം, 5th മോഡാണെങ്കിൽ ഇവിടെ 5 കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ഫ്രീക്വൻസി റേഷ്യോ ഉണ്ടാക്കി നോക്കിയാൽ റേഷ്യോ കിട്ടുന്നത് 1:3:5:7 എന്ന തരത്തിലായിരിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് എല്ലാ നമ്പേഴ്സും കാണാം, 1 2 3 4 5 എല്ലാ നമ്പറും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ ഹാർമോണിക്സും ഉണ്ട് എന്നാണ് പറയുക. അതേസമയം ഇവിടെ 1 കഴിഞ്ഞാൽ പിന്നെ 2 മിസ്സിംഗ് ആണ്, പിന്നെ 3 ഉള്ളൂ, പിന്നെ 4 മിസ്സിംഗ് ആണ്, പിന്നെ 5 ഉള്ളൂ. അപ്പൊ എല്ലാ ഹാർമോണിക്സും ഒരു ക്ലോസ്ഡ് പൈപ്പിൽ അവൈലബിൾ അല്ല. അതേസമയം എല്ലാ ഹാർമോണിക്സും ഓപ്പൺ പൈപ്പിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ ഓപ്പൺ പൈപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A source of sound of frequency 256 Hz is in between a listener and a wall. If the source is moving towards the wall with a velocity of 5 meters per second, how many beats per second will be heard if the sound travels with a speed of 330 meters per second? Okay, കുറച്ചുകൂടി നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡോപ്ലേഴ്സ് എഫക്റ്റും ബീറ്റും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ്. ഒരാൾ തന്നെ 2 ഫ്രീക്വൻസി ഒരേ സമയം കേൾക്കുകയാണെങ്കിൽ, 2 ഫ്രീക്വൻസി ഉള്ള 2 സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ആ ഫ്രീക്വൻസി ഡിഫറൻസിനെയാണ് നമ്മൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പേര് വിളിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ കൺസെപ്റ്റ് നോക്കാം. അവിടെ പറയുന്നത് ഒരു ലിസണർ ഉണ്ട്, സോഴ്സ് ഉണ്ട്, ഒരു വാൾ ഉണ്ട്. സോഴ്സ് നിൽക്കുന്നത് ഇൻ ബിറ്റ്വീൻ ലിസണർ ആൻഡ് വാൾ ആണ്. കൃത്യമായിട്ട് പിക്ചർ ശ്രദ്ധിക്കുക. ദെൻ ഇവർ രണ്ടാണ് റെസ്റ്റിലാണ്, ലിസണർ റെസ്റ്റിലാണ്, വാൾ റെസ്റ്റിലാണ്. വാൾ എന്തായാലും റെസ്റ്റിലായിരിക്കുമല്ലോ. സോഴ്സ് ഈസ് മൂവിങ് എവേ ഫ്രം ലിസണർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇയാൾ 2 സൗണ്ട് ആണ് കേൾക്കുക. വളരെ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ സോഴ്സ് മൂവിങ് എവേ കൊണ്ട് ഇയാൾ ഉറപ്പായിട്ടും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാകും, ഒരു അപ്പാരന്റ് ഫ്രീക്വൻസി അവിടെ ഉണ്ടാകും. അതേസമയം ഇവിടെ നമ്മൾ നോക്കും, ഈ വോളിനെ നമ്മൾ ഒരു സെക്കൻഡറി ലിസണർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ സൗണ്ട് വോളിൽ പോയി ഇടിച്ചാൽ ആ വോളിൽ നിന്നും റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ആ റിഫ്ലക്റ്റഡ് സൗണ്ടും വീണ്ടും ഇയാൾ കേൾക്കും.
അപ്പോൾ ഈ ലിസണർ എന്ന് പറയുന്ന മാൻ രണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്ന് ഈ സോഴ്സ് മൂവിങ് എവേ കൊണ്ട് ഇയാൾ കേൾക്കുന്ന ഒരു സൗണ്ടും ഫ്രീക്വൻസിയും, രണ്ട് ഈ സൗണ്ട് ഇവിടെ പോയി ഇടിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ കേൾക്കുന്ന സൗണ്ടും. അപ്പൊ രണ്ട് കേസുകളാണ്. ആദ്യത്തെ കേസിൽ നമ്മൾ എടുക്കുന്നത് ഇതാണ് ലിസണർ, ഇതാണ് സോഴ്സ് മൂവിങ് എവേ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നോർമലി നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എഫ് ഡാഷ് എന്ന് പറയുന്നത് വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ദി ആക്ച്വൽ ഫ്രീക്വൻസി, ഇങ്ങനെ എഴുതണം. ദിസ് ഈസ് ഈക്വൽ ടു, ഈ കേസിൽ ലിസണർ റെസ്റ്റിലാണ്, സോഴ്സ് മൂവിങ് എവേയാ. അപ്പോൾ ഈ ലിസണർ റെസ്റ്റിലായതുകൊണ്ട് ഈ വെലോസിറ്റി നമുക്ക് വേണ്ട, വെലോസിറ്റി ലിസണർ 0. അടുത്ത ആലോചിക്കേണ്ടത് സോഴ്സ് മൂവിങ് എവേ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കുറയണം. ഫ്രീക്വൻസി കുറയണമെങ്കിൽ ഡിനോമിനേറ്റർ കൂടണം, ശരിയല്ലേ? അതാണ് നമ്മുടെ ഐഡിയ. ഫ്രീക്വൻസി കുറയണമെങ്കിൽ മാത്തമാറ്റിക്കലി ഡിനോമിനേറ്റർ കൂടണമെങ്കിൽ ഇവിടെ പ്ലസ് തരണം, എന്നാലല്ലേ അത് ടോട്ടൽ വാല്യൂ കുറയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോഴോ വിയുടെ സ്ഥാനത്ത് വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 330 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുന്നു 330 ഡിവൈഡഡ് ബൈ 330 പ്ലസ് വെലോസിറ്റി ഓഫ് സോഴ്സ് അത് 5 ആണ്, 5 ഇൻറ്റു ഇത്രയും വാല്യൂ ഇൻറ്റു ദി ഒറിജിനൽ ഫ്രീക്വൻസി 256. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 252.2 ഹെർട്സ് എന്നായിരിക്കും. കണ്ടോ, അതായത് ആക്ച്വലി ഉള്ള 256നേക്കാളും ഇയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി കുറഞ്ഞു, മൂവിങ് എവേ ആയതുകൊണ്ട്. ഇനി രണ്ടാമത്തെ കേസിൽ, കേസ് നമ്പർ 2, അവിടെ നമ്മൾ നോക്കേണ്ടത് വീണ്ടും ഇതാണ് സോഴ്സ്, ഇതാണ് ലിസണർ. വാളിനെ നമ്മൾ ലിസണർ ആക്കി എടുക്കുക. അപ്പൊ അവിടെ എന്താണ്? ലിസണർ വീണ്ടും റെസ്റ്റിൽ, പക്ഷേ സോഴ്സ് മൂവിങ് ടുവാർഡ്സ് ലിസണറാ. അപ്പോൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എഫ് ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വി, ഓക്കെ, വി ഉണ്ട് 330 മൈനസ് വി എൽ എന്ന് വേണ്ട, കാരണം വീണ്ടും ലിസണർ റെസ്റ്റിലാണ്, ബൈ 330. ആലോചിച്ച് നോക്കൂ, ഈ സോഴ്സ് അടുത്തേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി കൂടുകയല്ലേ വേണ്ടത്? ഫ്രീക്വൻസി കൂടണമെങ്കിൽ ഡിനോമിനേറ്റർ കുറയണ്ടേ? ഡിനോമിനേറ്റർ കുറയണം. അപ്പോൾ 330 മൈനസ് 5 ഇൻറ്റു ഈ വാല്യൂ 256. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആൻസർ 259.9 ഹെർട്സ് എന്നായിരിക്കും. കണ്ടോ, അപ്പോൾ ഇത് ലിസണർ നേരിട്ട് കേൾക്കുന്ന ഫ്രീക്വൻസി, ഇത് ഇവിടെ പോയി ഇടിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഫ്രീക്വൻസി. അപ്പൊ രണ്ട് ഫ്രീക്വൻസി ആയി, ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. അപ്പോൾ ബീറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. സോ ബീറ്റ് ഈക്വൽ ടു 259.9 മൈനസ് 252.2. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 7.7. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 8 ഹെർട്സ് എന്ന് പറയാം. അപ്പോൾ ഇതായിരിക്കും അയാൾ കേൾക്കുന്ന ബീറ്റ് ഫ്രീക്വൻസി. അപ്പോൾ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരു A+ ലെവലിലേക്കൊക്കെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. അപ്പം വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അത്യാവശ്യം എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതോടൊപ്പം ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്നത് കുറേ ഡയറക്റ്റ് ചോദ്യങ്ങളുണ്ട്, പ്രോബ്ലംസ് അല്ലാത്ത ടൈപ്സ് ഓഫ് വേവ്, ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, പിന്നെ നമ്മളെ പാറ്റേണുകൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധ്യതയുണ്ട്. അത് നമ്മൾ തിയറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ നിങ്ങൾ കാണുക, അതോടൊപ്പം ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.